ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കിച്ചൺ ഗാർഡൻ. നമ്മുടെ കിച്ചൺ ഗാർഡൻ കൃഷിയും ഗാർഡനിങ്ങും കുക്കിങ്ങും ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി ഉള്ളതാണ്. ഇന്നത്തെ വീഡിയോ കൃഷി ചെയ്യുന്നവർക്കും ഗാർഡനിങ് ചെയ്യുന്നവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മണ്ണ് മാത്രം ഉപയോഗിച്ച് കൃഷി നന്നായി ചെയ്യാൻ പറ്റില്ല. അതിനാൽ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ നമ്മൾ എല്ലാവരും തന്നെ ചകിരിച്ചോറ് ചേർക്കാറുണ്ട്. പോട്ടി മിക്സ് കട്ടിയാവാതിരിക്കാനും വെള്ളത്തെ പിടിച്ചു നിർത്തുന്നതിനും അതുപോലെ ഓക്സിജൻ സർക്കുലേഷൻ നന്നായി നടക്കുന്നതിനുമുള്ള കഴിവ് ചകിരിച്ചോറിനുണ്ടല്ലോ. എന്നാൽ ചകിരിച്ചോറിലെ ഉപ്പുരസം, ലിഗ്നിൻ, ടാനിൻ പോലെയുള്ള കെമിക്കൽസ് ചെടികൾക്ക് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത്. pH കൺട്രോൾ ആക്കിയ ചകിരിച്ചോറ് കടയിൽ നിന്ന് നമുക്ക് വാങ്ങാൻ ലഭിക്കും. എങ്കിലും എത്രത്തോളം പ്യൂരിഫൈ ആണ് എന്ന് പറയാൻ കഴിയില്ല. നല്ല കമ്പനികളുടെ ക്വാളിറ്റി ഉള്ള ചകിരിച്ചോറ് pH ബാലൻസ്ഡ് എന്ന് ഇതുപോലെ എഴുതി കാണിച്ചിട്ടുണ്ടാവും. എങ്കിലും ഒരു ഉറപ്പിനു വേണ്ടി 30 മിനിറ്റ് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ട്രീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് 5 കിലോ ഉള്ള ഒരു ബ്രിക്കാണ്. ഇതിൽ നിന്നും 25 കിലോ ചകിരിച്ചോറ് നമുക്ക് എടുക്കാൻ പറ്റും. അതിന് നമ്മൾ ആദ്യം 25 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു പാത്രം തിരഞ്ഞെടുക്കണം. ബ്രിക്കിന്റെ കവർ ഇളക്കി പാത്രത്തിലിട്ട് നികക്കെ വെള്ളം ഒഴിക്കണം. നന്നായി കുതിർന്നു കഴിയുമ്പോൾ ഒരു പിടി കുമ്മായം വിതറണം. നന്നായി മിക്സ് ആകും വരെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം 20-25 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം വെള്ളം കളഞ്ഞ് നോർമൽ വാട്ടറിൽ നമുക്ക് ഒന്നുകൂടി കഴുകിയെടുക്കണം. എന്നിട്ട് പിഴിഞ്ഞു വാരി ഒരു ചാക്കിലാക്കി ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. മാത്രമല്ല, ഇങ്ങനെ ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറ് കൊണ്ട് പ്രയോജനപ്രദമായ 10 ഉപയോഗങ്ങളുമുണ്ട്. അതിൽ വിത്ത് പാകി മുളപ്പിക്കുന്നതിന് ഏറ്റവും നല്ല മാധ്യമമാണ് നമ്മുടെ ചകിരിച്ചോറ്. അതുപോലെ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റും മറ്റു കമ്പോസ്റ്റും ഉണ്ടാക്കുമ്പോൾ സ്മെല്ലുണ്ടാവാതിരിക്കാൻ നമുക്ക് ചകിരിച്ചോറ് കമ്പോസ്റ്റിന്റെ മുകളിൽ വിതറാം. പോട്ടി മിക്സിൽ ചകിരിച്ചോറ് ചേർക്കുമ്പോൾ വേരോട്ടത്തിനും വെള്ളം നിലനിർത്തുന്നതിനും അതുപോലെ ഓക്സിജൻ സർക്കുലേഷൻ ഉറപ്പുവരുത്തുന്നതിനും സഹായിക്കുന്നു. ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആക്കി ചെടിയുടെ വളർച്ചയും വിളവും വർദ്ധിപ്പിക്കാം. വേനൽക്കാലത്ത് ചെടികൾക്ക് പുതയിടുന്നതിന് ചകിരിച്ചോറ് ഉപയോഗിക്കാം. അതുപോലെ വേനൽക്കാലത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വെള്ളം ലാഭിക്കാനായിട്ടും പറ്റും. ടെറസ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം ചകിരിച്ചോറ് തന്നെയാണ്. വെയിറ്റ് കുറവായതുകൊണ്ട് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും ഈസി ആയി എടുത്തു മാറ്റാം. അതുപോലെ ടെറസിൽ ഒരുപാട് വെള്ളം വീഴുന്നത് ഒഴിവാക്കാനായിട്ടും പറ്റും. കിച്ചൺ ഗാർഡന്റെ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്